ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഗാർഡനിങ് ടിപ്സ് ഉണ്ട്, അതുപോലെ സിങ്കോണിയം പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ, കോളിയസ് പ്ലാന്റ്സ്, അങ്ങനെ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അന്നേരം ലിൻസീസ് ലിങ്ക് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് സിങ്കോണിയം പ്ലാന്റ്സ് ആണ്. സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് പല പല ഡിസൈൻസിലുള്ളതുണ്ട്, പുള്ളിയുള്ളതുണ്ട്. അന്നേരം ഈ സിങ്കോണിയം പ്ലാന്റ്സ് നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഈസി ആയിട്ട് കിളിച്ചു വരുന്ന ഒരു ചെടിയാണ് ഈ സിങ്കോണിയം എന്ന് പറയുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിങ്കോണിയമാണ്. വളരെ റെയർ ആയിട്ട് മാത്രം കാണുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. അതിൻ്റെ അകത്തൊരു പിങ്കും ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഗ്രീനിഷ് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നല്ലൊരു പിങ്ക് സിങ്കോണിയമാണ്. ഇതും കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ നടാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകിൽ ഒരു വലിപ്പമുള്ള ചട്ടിയിലാക്കി നടുക, അല്ലെങ്കിൽ ഇതേപോലെ കുഞ്ഞു ചട്ടിയിലാക്കിയിട്ട് നിരത്തി വെക്കുക. അന്നേരം ഒരുപാട് ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ നമ്മളത് നിലത്ത് വെക്കുകയാണെങ്കിലും നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. സിങ്കോണിയം നമുക്ക് ഇതേപോലെ മതിലിന് മുകളിൽ വെക്കുകയാണെങ്കിൽ കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കും. ഇവിടെ ഗ്രീൻ മാത്രമാണ് ഞാൻ വെച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് പല പല ഡിഫറെൻറ്റ് കളേഴ്സ് വെക്കുകയാണെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. ഇതൊരു ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്ടറിങ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മണ്ണ് ഉണങ്ങിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നിലത്ത് വെച്ചിരിക്കുന്ന ഒരു സിങ്കോണിയമാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നല്ല ബുഷി ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിത് സിങ്കോണിയം നടാൻ ഒന്നുകിൽ വലിയ ചട്ടിയിൽ നടുക, അല്ലെങ്കിൽ ഇതേപോലെ നിലത്ത് നടുകയാണെങ്കിൽ നമുക്ക് നല്ല ബുഷിയാക്കി സിങ്കോണിയം പ്ലാന്റ്സ് എടുക്കാൻ പറ്റും. അത് കാണാൻ തന്നെ ഒത്തിരി ഭംഗിയായിരിക്കും. ഇനിയും നമുക്ക് കോളിയസ് പ്ലാന്റ്സ് കാണാം. കോളിയസ് പ്ലാന്റ്സ് നിങ്ങൾക്കറിയായിരിക്കും, ഒരുപാട് ഡിസൈൻസിൽ അതിൻ്റെ ലീഫ് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലീഫാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ ലീഫ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ ഡിസൈൻ കണ്ടാൽ മനസ്സിലായി, അതിൻ്റെ ബോർഡർ നല്ല വരച്ചു വെച്ച പോലെയാണ് അതിൻ്റെ ഡിസൈനൊക്കെ കാണാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഈ കോളിയസ്. കോളിയസ് പ്ലാന്റ് ഇതേപോലെ അതിൻ്റെ പൂ വരുമ്പോൾ നമ്മൾ നുള്ളിയെടുത്ത് കളയുക. എന്നാൽ മാത്രമേ ആ ഒരു പ്ലാന്റ് എപ്പോഴും നല്ല യൗവനത്തിൽ നിൽക്കുന്നതായിട്ട് പറയാം, അല്ലെങ്കിൽ നല്ല യങ് ആയിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണപ്പെടും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതേപോലെ പൂ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പൂ അങ്ങ് നുള്ളിക്കളയുക. പൂ നുള്ളിക്കളയുമ്പോൾ അവിടെ വെച്ച് പുതിയ ബ്രാഞ്ചസ് വരും. അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾ ഈ പൂ അതിൽ തന്നെ നിർത്തുകയാണെങ്കിൽ ചെടി അങ്ങ് മുരടിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അരി വീടും പുതിയ തൈകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നിലത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ ബ്രാഞ്ചസ് കിടക്കുകയാണെങ്കിൽ നമ്മളൊന്ന് അതിൻ്റെ വേര് വരുന്ന ഭാഗം നോക്കി മുറിച്ച് നടുകയാണെങ്കിൽ പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ പ്ലാന്റിൻ്റെ ബ്രാഞ്ച് നമ്മൾ വേര് വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നുള്ളി വെക്കുകയാണെങ്കിൽ പുതിയ പുതിയ ബ്രാഞ്ചസ് നമുക്ക് നട്ട് നല്ല ബുഷിയാക്കി ആ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ വരുന്ന തണ്ട് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം വെച്ച് പുതിയ പുതിയ ബ്രാഞ്ചസ് വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് പോകാൻ നേരം ഈ കോളിയസ് കാണാൻ അത്ര ഭംഗി കാണത്തില്ല. അന്നേരം ഇങ്ങനെ ഫുൾ ബുഷിയായിട്ട് വരണമെങ്കിൽ ആ മുകളിൽ വരുന്ന ആ തണ്ടിൻ്റെ ഭാഗം നോക്കി നമുക്കൊന്ന് മുറിച്ച് കൊടുക്കുക. അന്നേരം ഒത്തിരി ബ്രാഞ്ചസ് വന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ കോളിയസിൻ്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതിൻ്റെ ലീഫിൽ പല പല കളർ പല ഡിസൈൻസ് വരുന്നത് കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കും. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കളറാണിത്. അതിൻ്റെ ലീഫിൻ്റെ ബോർഡറിലെ ആ ഡിസൈന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കോളിയസ് പ്ലാന്റ്സ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും വ്യത്യസ്തമായ കോളിയസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ 10 മണി ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. ബ്രാഞ്ചസ് നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രാഞ്ചസ് ഇതേപോലെ ട്രിം ചെയ്ത് കൊടുക്കാൻ നേരം അതിൽ പുതിയ പുതിയ ബ്രാഞ്ചസ് വരികയും ന്യൂ ഫ്ലവേഴ്സും ഒരുപാട് വരാനും അത് സഹായിക്കും.
അന്നേരം ഒരു പ്രാവശ്യം പൂ വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴ്ഭാഗം വെച്ച് ഫുൾ ഇതേപോലെ ട്രിം ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ട്രിം ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വളം എന്തെങ്കിലും എല്ലുപൊടിയോ അല്ലെങ്കിൽ ചാണകത്തിൻ്റെ പൊടിയോ ഇട്ട് കൊടുത്ത് നല്ലപോലെ വെള്ളം ഒഴിക്കുക. പിന്നെ അത് ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് നല്ല ഫുൾ ബ്രാഞ്ച് വരികയും പുതിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നമ്മുടെ 10 മണിയുടെ ഒരു നല്ല ഫുൾ ബുഷിയായി നിർത്താനുള്ളൊരു സീക്രട്ട്. അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ 10 മണി ചെടികൾ നടാൻ നേരം പല ഡിഫറെൻറ്റ് കളേഴ്സ് വെക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയായിരിക്കും. അതായത് പൂത്ത് കഴിയാൻ നേരം കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് എടുക്കുന്ന ബ്രാഞ്ചസ് നമ്മൾ എടുത്ത് കളയേണ്ട. അത് നമ്മൾ വേറെ ചട്ടിയിലാക്കി നടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല പുതിയ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ബ്രാഞ്ച് തന്നെ കൊണ്ട് നട്ടു വച്ചാൽ മതിയാകും. പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പത്തുമണി ചെടികൾ ഹാങ്ങിങ് പോട്ട്സിലാക്കി ഇടുന്നത് കാണാൻ ഒത്തിരി നല്ലതാണ്. ഇനി ഞാൻ വേറെ ഒരു കളറ് കോളിയസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഡിസൈൻ വേറെയാണ്. അതിൻ്റെ ലീഫ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ഇങ്ങനെ ബ്രാഞ്ച് ഒരു ഇലയുടെ ഡിസൈൻ വേറെ ഒരു ഡിസൈനാണ്. ഇത് വരച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. കോളീസ് പ്ലാന്റ്സിൻ്റെ വിത്ത് ഇട്ട് തന്നെ ഒരുപാട് തൈകൾ ഇവിടെ കിളിച്ചു വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു തൈകൾ കുറേ കിളിച്ചു വരുന്നുണ്ട്. അത് കാണാൻ ഒത്തിരി നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ പച്ചമുളക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ വാങ്ങിയ ഉണക്കമുളകിൻ്റെ വിത്ത്, നമ്മൾ ഉണക്കമുളക് വാങ്ങുന്നതിൻ്റെ വിത്ത് ചെറുതായിട്ട് ഈ ഗ്രോ ബാഗിലൊന്ന് പാകിയതാണ്. അതിൽ നിന്ന് കിട്ടിയതാണ് പച്ചമുളക്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ പച്ചമുളക് വീട്ടിൽ പാകി കിളിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ കുറേ പച്ചമുളക്. ഇത് ഒരുപാട് കിട്ടുന്നുണ്ട്. അന്നേരം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ വാങ്ങുന്ന പച്ചക്കറികളിലെല്ലാം അവർ ഒരുപാട് പെസ്റ്റിസൈഡ്സും ഒക്കെ തളിച്ചാണ് വരുന്നത്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഹാംഫുള്ളാണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്ക് കാണപ്പെടുന്ന ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങൾ ഒക്കെ അതിനൊക്കെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാങ്ങുന്ന പച്ചക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ പോയിസൺ ഒക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ടാണ്. അന്നേരം മാക്സിമം അതൊന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ പച്ചമുളക് കറിവേപ്പില ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ഇതുവരെ ഈ വീഡിയോ നിങ്ങൾ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.